സൺ ഓഫ് സർദാർ എന്ന ഫ്രാഞ്ചൈസിലെ ആദ്യ സിനിമ 2012 പുറത്തു വന്നത്. മലയാളത്തിൽ ഇവൻ മര്യാദ രാമൻ എന്ന് പറഞ്ഞു വന്ന രാജമൗലിയുടെ തെലുങ്ക് ചിത്രമായ മര്യാദ രാമണ്ണ എന്ന സിനിമയുടെ ഹിന്ദി റീമേക്ക് ആയിരുന്നു അത്. രാജമൗലി അത് കഴിഞ്ഞ് 2 ബാഹുബലിയും 3 ആറും പിന്നെ ഓസ്കാറും ഒക്കെ കിട്ടി പുതിയ തലങ്ങളിലേക്ക് പോയി. നിർഭാഗ്യവശാൽ ഇന്നത്തെ ഹിന്ദി സിനിമയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും ഉണ്ടാക്കി വെച്ച സിനിമകൾക്ക് എങ്ങനെയെങ്കിലും 2ാം ഭാഗം ഉണ്ടാക്കുക എന്നതാണ്. ദടക്ക് 1 സൈറാട്ടിന്റെ റീമേക്കും ദടക്ക് 2 പരിയേറും പെരുമാളിന്റെ റീമേക്കും ആയതുപോലെ സൺ ഓഫ് സർദാർ 2ഉം ഒരു റീമേക്ക് തന്നെയാണ്. പക്ഷേ ഇത്തവണ അവർ പോയിട്ടുള്ളത് അങ്ങ് ടർക്കിയിലേക്കാണ്. അയലെ അരസിന്ദ ബിറ്റ്വീൻ ഫാമിലി എന്ന സിനിമയുടെ അഡാപ്റ്റേഷനാണ് ഈ പുതിയ അജയ് ദേവ്ഗൺ ചിത്രം. സീക്വലുകളോടുള്ള ബോളിവുഡിന്റെ ഭ്രമം ഏറെക്കുറെ കൈവിട്ട അവസ്ഥയാണ്. അജയ് ദേവ്ഗണിന്റെ കാര്യം തന്നെ നോക്കിയാൽ ഇതിന് മുന്നേ ഇറങ്ങിയത് റെയ്ഡ് 2, ഇപ്പോൾ ഇറങ്ങിയത് സൺ ഓഫ് സർദാർ 2, ഇനി ഇറങ്ങാൻ പോകുന്നത് ദേ ദേ പ്യാർ ദേ 2, ദൃശ്യം 3, ഷെയ്ത്താൻ 2 എന്നിങ്ങനെയാണ്. സ്വന്തമായിട്ട് സീക്വലുകൾ ഉണ്ടാക്കാൻ നോക്കിയപ്പോഴൊക്കെയുള്ള അവസ്ഥ കണ്ടിട്ടാണെന്ന് തോന്നുന്നു മലയാളത്തിൽ വരുന്നതിന് മുന്നേ ദൃശ്യം 3 ഇറക്കുമെന്ന് ഇവർ പറഞ്ഞപ്പോൾ ജീത്തു ജോസഫിന് നിയമപരമായി ഒന്ന് ഞെട്ടിക്കേണ്ടി വന്നത്. ഇനി സൺ ഓഫ് സർദാർ 2ലേക്ക് വന്നാൽ കുറേ സ്കിറ്റ് തമാശകൾ കൂട്ടിവെച്ച് സിനിമയാണെന്ന് പറയുന്ന ഏർപ്പാടാണിത്. ഇതേ ഫോർമാറ്റിൽ ഇതിലും നല്ല തമാശ ആസ്വദിക്കാൻ കപിൽ ശർമ്മ ഷോയിലെ സുനിൽ ഗ്രോവറിന്റെ പെർഫോമൻസ് നെറ്റ്ഫ്ലിക്സിൽ കണ്ടാൽ മതി. ഈ സ്പിരിച്വൽ സീക്വലിൽ ജസ്വിന്ദർ സിംഗ് എന്ന പുതിയൊരു ജെസ്സിയെയാണ് നമ്മൾ കാണുന്നത്. കല്യാണം കഴിഞ്ഞെങ്കിലും ഇയാളുടെ ഭാര്യ ലണ്ടനിലാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ജെസ്സിക്ക് വിസ കിട്ടി പുള്ളി അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങൾ കാരണം ഭാര്യ അയാളിൽ നിന്നും അകന്നിരുന്നു. ദാമ്പത്യം അവസാനിച്ചതോടെ UK താമസിക്കാൻ നിർവാഹമില്ലാതെ ഇരുന്ന ജെസ്സിക്ക് വീണ് കിട്ടുന്ന ഒരു കച്ചിത്തുരുമ്പിനെ കുറിച്ചാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. പടത്തിന്റെ പേര് സൺ ഓഫ് സർദാർ. തുടക്കത്തിൽ തന്നെ ഒരു ടിപ്പിക്കൽ വാഴ്ത്തുപാട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ നായകന്റെ അമ്മ സർദാർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സഹായിക്കുന്ന വലിയ മനുഷ്യനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം ഈ സിനിമ സിഖുകാരെ ബഹുമാനിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കോമഡി പടം ആയതുകൊണ്ട് കോമഡി ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന തിരക്കഥ സർദാർമാരെ കോമാളികളാക്കുന്ന സ്റ്റീരിയോ ടൈപ്പ് സാന്താ ബാന്ത തമാശകൾക്ക് പുറകെ പോകുന്നുണ്ട്. മര്യാദ രാമണ്ണയുടെ റീമേക്കായ ആദ്യ സിനിമയിൽ നായകൻ ലിറ്ററലി ഒരു വീടിന്റെ ഉള്ളിൽ അകപ്പെടുന്നതാണെങ്കിൽ ഇവിടെ അയാളെ അങ്ങനെ അകപ്പെടുത്താൻ സർദാർ എന്ന ഇമോഷനാണ് ഉപയോഗിക്കുന്നത്. കഥയെ ആ വീട്ടിനുള്ളിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് എഴുതി ചേർത്തിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഒരു സ്കിറ്റിന്റെ നിലവാരമേ ഉള്ളൂ എന്ന് മനസ്സിലാകും. ഈ പടത്തിന്റെ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനെ തെറിവിളിക്കുന്നതാണ് രാജ്യസ്നേഹം എന്ന പരിപാടിയെ ഇൻഡയറക്റ്റ് ആയിട്ടൊന്ന് കൊട്ടുന്നുണ്ട്. ഈ പടത്തിന്റെ നിലവാരം മഹാശോകമായതുകൊണ്ടാണെന്ന് തോന്നുന്നു പൊതുവെ ഇങ്ങനത്തെ കാര്യത്തിന് നിരോധനവും കട്ടുകളും ഒക്കെ പറയുന്ന സെൻസർ ബോർഡും പടം ഇറങ്ങിക്കഴിഞ്ഞാൽ പന്തം കൊളുത്തി വരുന്ന പല സംഘടനകളും ഒന്നും മിണ്ടിയിട്ടില്ല ഇതുവരെ. വളരെ ഫ്ലാറ്റ് ആയിട്ട് ലൈറ്റ് ചെയ്തിട്ടുള്ള കോമഡിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയാണ് സിനിമയ്ക്കുള്ളത്. പ്രൊഡക്ഷൻ ഡിസൈനും CGI ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള സെറ്റുകളും എല്ലാ സ്ഥലത്തും എളുപ്പം മനസ്സിലാകുന്ന തരത്തിൽ വരുന്ന ഗ്രീൻ സ്ക്രീൻ ഷോട്ടുകളും കാണുമ്പോൾ പഴയ ചില ഇംഗ്ലീഷ് സിറ്റ്കോമുകൾ ഓർമ്മ വരും. അജയ് ദേവ്ഗണിന്റെ ഒരു സമ്പൂർണ്ണ കോമഡി സിനിമ ഇറങ്ങിയിട്ട് കുറെ കാലമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തുള്ള അനങ്ങാതെ കിടക്കുന്ന പല മസിലുകൾക്കും ഈ സിനിമ വേണ്ട ഒരു എക്സസൈസ് കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ആനമണ്ടൻ അല്ലെങ്കിൽ ധൈര്യശാലി, ഈ 2 മീറ്റർ മാത്രമേ ഈ കഥാപാത്രത്തിനുള്ളൂ. ആ ഒരു ഡിമാൻഡ് വെച്ച് നോക്കുമ്പോൾ തൃപ്തികരമായ പെർഫോമൻസ് ആണ് അജയ് ദേവ്ഗൺ കാഴ്ചവെച്ചിട്ടുള്ളത്. തിരക്കഥ ആവശ്യപ്പെടുന്ന ഒരു പെർഫോമൻസ് ലൗഡ്നെസ് നോക്കുമ്പോൾ മൃണാൾ ഠാക്കൂറിന്റെ പെർഫോമൻസ് സിനിമയ്ക്ക് യോജ്യമായതാണ്. ട്രെയിലറും പരിപാടികളും ഒക്കെ വന്നപ്പോൾ കാര്യമായ ചർച്ചാ വിഷയമായത് അജയ് ദേവ്ഗണും മൃണാൾ ഠാക്കൂറും തമ്മിലുള്ള വലിയ പ്രായ വ്യത്യാസമായിരുന്നു. എന്നാൽ പടത്തിലേക്ക് വരുമ്പോൾ 23 വയസ്സുള്ള കുട്ടിയുടെ 33 വയസ്സുള്ള 2ാം അമ്മയാക്കി മൃണാളിനെ മാറ്റി മറ്റേ പോയിന്റ് പറയാൻ വന്നവർക്ക് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ വല്ലാത്തൊരു ചെക്ക് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏതാ വലിയ കുഴപ്പമെന്ന് മനസ്സിലാവാതെ നമ്മൾ കുഴഞ്ഞു പോകും. ആദ്യം സഞ്ജയ് ദത്ത് ചെയ്യാൻ വെച്ചിരുന്ന രാജ എന്ന കഥാപാത്രത്തെ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത് രവി കിഷനാണ്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ദീപക് ദോബ്രിയാൽ, കുബ്ര സൈറ്റ് മുതലായവരെ സിനിമ വെറും ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളാക്കി ഒതുക്കിയിട്ടുണ്ട്. സഞ്ജയ് മിശ്ര, വിന്ദു ധാര സിംഗ്, ചങ്കി പാണ്ഡെ, ശരത് സക്സേന, പിന്നെ ഈയിടെ അന്തരിച്ച മുകുൾ ദേവ്, ഇവരൊക്കെയാണ് സിനിമയിലെ മറ്റു പ്രധാനപ്പെട്ട പേരുകൾ. സംവിധായകൻ വിജയ് കുമാർ അറോറ ഓരോ സീനുകളും കോമഡി കൊണ്ട് നിറയ്ക്കാൻ നോക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ സിനിമ എടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ഒരു നല്ല കഥയിലേക്ക് സിനിമ പോകണമെന്ന നിർബന്ധമൊന്നും എവിടെയില്ല. ഈ പറഞ്ഞ കോമഡി ഉണ്ടാക്കാൻ വേണ്ടി ബോർഡർ സിനിമയിൽ CGI ഉപയോഗിച്ച് അജയ് ദേവ്ഗണെ കുത്തിക്കയറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു സീനിൽ ഡാൻസിനെ കുറിച്ചും പലതരം ഡാൻസുകളെ കുറിച്ചും ഒരു റൂം നിറയെ ആളുകൾക്ക് അജയ് ദേവ്ഗൺ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ബോളിവുഡിലെ പ്രമുഖനായ ഒരു ഖാൻ മാന്യമായി എങ്ങനെ ഡ്രൈവ് ചെയ്യാം എന്നൊരു ക്ലാസ് എടുത്താൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ പരിപാടിയായിപ്പോയത്. വേറൊരു കാര്യം ഓർക്കണം, ഇന്റർനെറ്റിനെ പിടിച്ചു കുലുക്കിയ മാസ്മരിക സ്റ്റെപ്പായിട്ടുള്ള പെഹലാ തൂ ദൂജാ തൂ എന്ന പാട്ടുള്ള സിനിമയിലാണ് ഈ സീൻ ഉള്ളത്. ആ പാട്ട് ഷൂട്ട് ചെയ്ത ദിവസങ്ങൾ ആ പാട്ടിൽ അഭിനയിച്ച ഡാൻസേഴ്സിന് ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളായിരിക്കണം. ഏറ്റവും കുറഞ്ഞ പണിയിൽ ദിവസവേതനം കിട്ടിയത് മിക്കവാറും ആ സമയത്തായിരിക്കും. പുതിയ ആശയങ്ങളിൽ പണം മുടക്കാൻ ധൈര്യമില്ലാതെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച കഥയും വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്രാഞ്ചൈസിന് 2ഉം 3ഉം ഭാഗങ്ങൾ ഉണ്ടാക്കുന്ന ബോളിവുഡ് പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡ് മാത്രമാണ് സൺ ഓഫ് സർദാർ 2. ഈ പടത്തിന്റെ അവസാനം ഗോൽമാൽ 5 അനൗൺസ് ചെയ്തുകൊണ്ട് മാറാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നും അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്